എന്താണ് ബാബുവേട്ട? അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കിറ്റ്, നമുക്കറിയാം സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു, നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീശ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാ. അങ്ങനെയാണ് പെട്ടെന്ന് കടത്തിവിട്. മോനത്തില് എന്നാലും നമ്മുടെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്താണ്ടത് അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ, അലുവപ്പീഡിയ മാരിത്തൊരു ചങ്ങായി. ഈ അപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാൽ മാറി നിൽക്കുന്നില്ലേ? അന്നെ കണ്ടാലും മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. അത്രയ്ക്ക് സൗന്ദര്യായി. ഇതെന്താ കക്ഷത്ത്? വീർപ്പിക്കാനോ? എടാ, വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാൻ തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പിന്ന്. എടാ, ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ, വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? എടാ, അതല്ല, വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഇപ്പൊ വോട്ടർമാരല്ലേ. എടാ, അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? 5 പേര്. അല്ല, 5 ഡസൻ. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയെ നിർത്തിച്ച്. എന്ത് പ്രസവല്ലേ? എടാ, നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വികസന കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി, കയറ്റുമതി ഇറക്കുമതി, അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് 5 രൂപയ്ക്ക് വിൽക്കുക. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിഎഡോ? അല്ല, 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാണ്. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട് ഒരു ഗവൺമെന്റ് യുപി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങളെവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വെല്ലടിച്ചോയില്ല. ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇതൊക്കെ എവിടുന്നാണ്ട വരുന്നേ? ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ആ നാവ് പ്ലഗിനകത്തേക്കോ ഓണാക്കി വെച്ചിട്ടോ കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ? എന്റെ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ, ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേ. എടാ, നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ്. ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിന്നിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടാ, ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്. ഞാൻ കോതണ്ടപാണ റെഡ്ഡേ. പറഞ്ഞ സാധനം ഞാനോ? കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ, ആ പറ്റൂല. ഞാൻ വേണേ ഇതിലും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഒട്ടക്കണ്ടി ശശി.
വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റൂടോ? പിന്നെ ഇതല്ലാത്ത വേറെ ഈ പേരെന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. മ്യൂസിക് വായിക്കണം. അപ്പൊ ഈ പറയൂ. അപ്പൊ ഞാൻ സൂപ്പർ ആക്കും. കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ ഓക്കെ. ആയില്ല ആയില്ല. ഹലോ. എന്താണ്? അങ്ങനെ അതിന്റെ ഇടയ്ക്ക് തെറ്റിപ്പോന്നല്ല, ഇത് തന്നെ പറയണം. ഓക്കെ ഓക്കെ. ആയില്ല പന്നി, എന്നോടല്ലേ പറയുന്ന ആയില്ലാന്ന്. ആയില്ലേ? ആവട്ടെ. ഓക്കെ. പറഞ്ഞാ മനസ്സിലാവില്ല. ഓക്കെ. ഓക്കെ. ആയി പന്നിയെ, അതല്ല ഇങ്ങനെ ആക്കണേ, പറഞ്ഞാ മനസ്സിലാവൂല. എങ്ങനെ ആയി? ഹലോ ഹലോ ചെക്ക്. പെട്ടെന്ന്. അടിപൊളി, സൂപ്പർ. അടിപൊളി സൂപ്പർ. എടാ കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ, അത് പറയണം. കോതണ്ടപാണ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി, അതാണ്ട പറയണ്ടേ? കോതണ്ടപാണ റെഡ്ഡി, അത് പറയണം. ഓക്കെ. കോതണ്ടപാണ റെഡ്ഡി. ഗോപാലേട്ട കണ്ട ഷഡ്ഡി. കണ്ട ഷഡ്ഡി കച്ചവടക്കാരൻ കണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്? അതല്ല, ഞാൻ നായകനാകാൻ വന്നാണല്ലോ, പെട്ടെന്ന് വില്ലനായപ്പോ തെറ്റിപ്പോയതാണ്. അപ്പൊ നായകനായ ഈ പൊളിക്കും. സൂപ്പറാക്കും ഞാൻ. സൂപ്പറാക്കും. അങ്ങനെയാണോ ഈ സിനിമയിലെ നായകനാണെന്ന് വിചാരിച്ചോ? ഓക്കെ. നിനക്ക് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഡയലോഗ് തരികയാണ്. അതായത് നീ നിന്റെ കാമുകിയോട് പിണങ്ങി, നിന്റെ കാമുകി നിന്നോട് പിണങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് മന്ദം മന്ദം ചെന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്: പ്രിയേ, എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഓമൻ ചേർന്ന് ഒരു ഉളുപ്പില്ലാത്ത സാധനം ആൾക്കാർക്ക് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. എടാ മലയാളം ഭാഷയാണ്. മലയാളത്തിൽ പറഞ്ഞോണ്ട് അത്ര വിഷയം, ഇംഗ്ലീഷിലാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ, എന്താണ് നിന്റെ മുഖത്തൊരു മലയാളത്തിലെ വാക്കാണിത്. ചേച്ചിയൊക്കെ നോക്കിട്ട് ഇരിക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, ഇത് പറഞ്ഞാ മതി. അഭിനയിക്കണം. പ്രിയേ, മുണ്ടരുത്, അഭിനയിച്ച് കാണിക്കുന്നാല്. പ്രിയേ, എന്താ നിന്റെ മുഖത്തൊരു പാവം? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. അനക്ക് ഇതല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടല്ലെന്ന് ആരോടും പറയരുത്, ഞാനാ നിർത്തി. എടാ, എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്? കക്കുന്ന കാര്യങ്ങളോട് ആരാ പറഞ്ഞത്? എടോ, ഇതല്ല, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോന്ന്? ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നതാറേ. മിമിക്രി ആണോ? മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇഷ്ടപ്പെട്ട ചാൻസ് തരൂ. ഇഷ്ടപ്പെട്ട ഞാൻ ആലോചിക്കും ചാൻസ് തരണോ വേണ്ടതെന്ന്. പ്രകൃതിയിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കും സാറേ. വ്യത്യസ്തമായ ശബ്ദങ്ങളാണോ? എന്താണ് സംഭവം? എന്താണ്? ആദ്യമായിട്ട് പക്ഷികളുടെ വെറൈറ്റി ശബ്ദങ്ങൾ. പക്ഷികളുടെ വെറൈറ്റി ശബ്ദമാണോ? ഇതിന് കുറച്ച് ഡിലേ തരണം. കുറച്ച് ഡിലേ. ഓക്കെ 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 ഓക്കെ. അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങനെ മീൻ മുറിക്കാറില്ലല്ലോ. പരിപാടി എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ മീൻ മുറിക്കലൊന്നുമില്ല. പാത്രം തേച്ചേക്കാൻ മുറ്റടിച്ചു വരാ, അങ്ങനെ അല്ലാതെ മീൻ മുറിക്കാനൊന്നും നിന്നെ കിട്ടൂല. എന്റെ ഭാര്യന്റെ വീട്ടിൽ ഞാനാ മുറ്റടിച്ചു വരിക. മുറ്റടിച്ചു വരില്ല, ഭാര്യന്റെ അമ്മേനെ തല്ലും, ഭാര്യന്റെ അടുത്തിൽ എന്നെ ചൂലോണ്ട് കുത്തൊക്കെ ചെയ്യും.
എടാ അതൊക്കെ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പാടില്ല, ആൾക്കാർ കേട്ടാ മോശമല്ലേ? എന്ത് മോശം, എനിക്ക് കിട്ടിയ ഞാൻ തുറന്ന് പറഞ്ഞു. കൂട്ടത്തിൽ കിട്ടി ഞാൻ മിണ്ടാണ്ട് നടക്കുന്ന എത്ര എണ്ണ കുത്തിരിക്കുന്ന നോക്കുതാ. അപ്പൊ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോ സങ്കടം വരെ. പൂച്ചയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ? അയ്യോ, ഈ സമയത്ത് മറ്റൊരു പൂച്ച വന്ന ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും, ടോണ് മാറും. പടുത്ത പൂച്ച. പോയിക്കോട്ടെ. അങ്ങനെ പൂച്ചനെ എറിഞ്ഞ് ഓടിച്ച് അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി വരുന്ന കണ്ടംപൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. ലൈനടി ഇതൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി കണ്ടംപൂച്ച എങ്ങനെ വരും? എങ്ങനെ വരും? ആ, രാത്രി പോയി നല്ല പരിചയല്ലേ? ഈ പ്രണയം ഇവിടെ അവസാനിച്ചു കൊടുത്ത പ്രസവമാണ്. പൂച്ച പ്രസവിക്കോ? അല്ല, പൂച്ച മുട്ടലാണല്ലോ. എടാ എന്റെ ഭാവനയിൽ, മിമിക്രിക്കാരുടെ ഭാവനയിൽ മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ അച്ഛനായിരിക്കുന്നു. പൂച്ചനെ പറ്റിട്ട് നിന്റെ തലയിലാക്കണ്ട. ഒരു ആവേശം പറഞ്ഞു, നീ ആവേശം പറയരുത് കേട്ടോ, ഇല്ല അല്ലെങ്കിൽ ഓരോ പ്രശ്നമുള്ള ആളാ ഞാൻ. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്. അതാ എന്റെ മുഖത്തിന് നന്നാവുക. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികൾ വളർത്തുന്നുണ്ട്. ഈ രണ്ട് വീട്ടിലെ പട്ടികൾക്ക് രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ശബ്ദ വ്യത്യാസമുണ്ട്. ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. അതെങ്ങനെയാണ്? ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം. ഏത് ശബ്ദം? അടിപൊളിയുണ്ട്. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം. ഈ കുഞ്ഞിനെ ഒരു 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദമായിരിക്കും. ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ശബ്ദ വ്യത്യാസം. ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പോഴാണ് ശബ്ദ വ്യത്യാസം. ഈ കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞു കൊടുക്കുന്ന നമ്മളെന്ത് ചെയ്യും? ഒരൊറ്റ അടി കൊണ്ട് കൊടുക്കും. അല്ല, അമ്മിഞ്ഞപ്പാല് കൊടുക്കും. ആ ഒറ്റ വിചാരം നോക്കി തടിയിട്ട് ആന്ന് പറയരുത്. കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ട് പാട്ട് ഒരേ സമയം ഡബിൾ വോയിസ്. അതെ. അടിപൊളി. കുഞ്ഞിറങ്ങാണ്. അടുത്തൊരു എക്സ്ട്രാ ബ്ലേഡ് വെച്ച് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. കട്ട് ചെയ്യുന്ന ശബ്ദം. അതെ. എങ്ങനെയാണ്? ഇതേപോലെ വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യും. അപ്പൊ ഉണ്ടാവുന്ന വ്യത്യാസം. അതെ. ഇതേ ബ്ലേഡ് വെച്ച് അലുമിനിയം ചാനൽ കട്ട് ചെയ്യും. അലുമിനിയം ചാനൽ. സിബ് വലിക്കുമ്പോൾ ശബ്ദമാണ്. ടീഷർട്ടിന്റെ സിബ്. അതെ. ഈ ടീഷർട്ട് വികൃതിയെ കുട്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യാ? അവര് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്നൊരു കേട് വരുത്തു. അപ്പൊ കേട് വന്നു കഴിഞ്ഞാലോ
പോയി മാമ. മാമനോ? അയ്യോ രക്ഷപ്പെട്ട്. അടിപൊളി. അവസാനമായിട്ട് ഒരു പൂച്ച പാട്ട് പാടുന്ന വെച്ചാണ്. അവസാനമായിട്ട് പൂച്ച പാട്ടും പാടോ? ഏത് പാട്ടാന്നറിയോ? ഏത് പാട്ടാണ്? എന്റെ കൽബിലെ വെണ്ണിലാവുന്ന നല്ല പാട്ടുകാരാ. ഈ പാട്ട് പൂച്ച പാടും. ഈ പാട്ട് പൂച്ച പാടും. അടിപൊളി. ആളെ പേടിപ്പിക്കണ്ട. എന്നോട് ഞാൻ അത്ര നേരം പറഞ്ഞു ആളെ പേടിപ്പിക്കരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മ്യൂക്കർ ചെയ്ത് പോയാ പോരെ. മര്യാദയ്ക്ക് പോയാ പോരെ. അണക്ക് ഞാൻ വന്നപ്പോ മുതൽ എടുത്തു വെച്ചൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ? അപ്പൊ എന്തായാലും സിനിമയിലെ ചാൻസ് ഇല്ല. അണക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാം. പരിപാടിയായിട്ട് പാത്ത് കണ്ടുവരുത്. പോടാ, ഞാൻ ഇവിടുന്ന് പോവും. പേരുകേട്ട വില്ലനാണ് എന്റെ ഇവിടെ ഏട്ടെ. എന്റെ ഏട്ടെ? എന്റെ ഏട്ടൻ പേരുകേട്ട വില്ലനാണ് ഇവിടെ. പെടുത്തിയോ? എന്റെ ഏട്ടന്റെ പേരെന്താണ്? കിൻഡൽ ജോയ്. കിൻഡർ ജോയോ? ആ കുട്ടി മിഠായിലടാ. കിൻഡർ ജോയ്. കിൻഡൽ ജോയ് പേരുകേട്ട വില്ലനാണ്. ഓടാ ഇവിടുന്ന്. വെറുതെ വിടൂല. ഏട്ടനോ? ഏതേട്ടൻ? ഓടാ ഇവിടുന്ന്. വെറുതെ പറയാ. എന്താ ഏട്ടനൊന്നും ഉണ്ടാവില്ല. എന്താണ്ടത്? അല്ല ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് പേടിപ്പിച്ച അല്ല അറിയാണ്ട് ഒന്നും ഉണ്ടായതല്ല കേട്ടാ. അല്ല അതല്ല നോക്കി പിന്നെ ഓനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലടോ. എന്തിനാണ്ട് അവൻ എങ്ങനെ അടിക്കുന്ന ദുട്ട? ദൈവത്തിന്റെ കോപം കിട്ടടാ എനിക്ക്. ദുട്ട ദൈവത്തിന്റെ കോപലടാ. ഞാൻ തരാടാ എനിക്ക്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ 2 പേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്തിയൂടൻ. ഈ പൂമോനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതല് കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തല്ലുന്നമാര് തല്ലിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂരിയെന്ന് തോന്നുന്നു, സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി?
കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടി കൊണ്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ബിന്ദു പണിക്കർ റെഡി? ഏതാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റൊക്കെ എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. ஒரு கம்ப்யூட்டர் பண்ண கையில் வச்சு எனக்கு என்கூடமாடா இதோட தோணப்போ குடும்பத்தில் அத்தனை அடிக்கிற சாவுமனையும் துடிக்க தப்பிச்சுக்கடா. ചെല്ലോ. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. അല്ല എട്ടപ്പെട്ട കർത്താവ് ഇട ഈ സ്വീകരിക്കാരെന്ന് പറഞ്ഞാൽ മഹാശബ്ദങ്ങളാണ്. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി തങ്കപ്പനല്ലടാ പൊട്ടപ്പൻ അടിച്ചൊടിക്കണ അവന്റെ കാല്. ഓ എന്റെ കാലല്ല അവന്റെ കാല. മുകേഷ്. നില്ലും പുല്ലും. എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ? അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയെ കൊണ്ടല്ലേ? അതൊക്കെ പോട്ട് അളിയ, നീ ആ വരുന്ന ചരക്കിനെ കണ്ട കൊള്ളല്ലേ? നീ നോക്കിക്കോ, ഇന്നേക്ക് 7 ദിവസത്തിനകം അവളെ ഞാൻ എന്റെ വലിയ വീഴ്ത്തിയേക്കും. അതിനു മുമ്പ് അളിയൻ അവളെ വലിയ വീഴ്ത്തിയേക്കല്ലേ? സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ അതേ ശബ്ദം, വോയിസ് ഓഫ്. ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറെ ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എന്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥികൾ കൂടിയാണ്. അമ്പരച്ചുംബികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സതീർത്ഥനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എന്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എന്നെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന സത്യം. സഞ്ചാരം ഇനി അടുത്തയാഴ്ച. താങ്ക് യു. ഇനി മലയാള സിനിമയ്ക്ക് ഒരുപാട് നടന്മാരുണ്ടെങ്കിലും നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന രാശിയുള്ള സംവിധായകരുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സംവിധായകനാണ് ഡയറക്ടർ രഞ്ജിത്ത്. രഞ്ജിയേട്ടന്റെ ശബ്ദം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരക്കഥാകൃത്ത്, സംവിധായകൻ, എല്ലാ മേഖലകളിലും പ്രശസ്തി ആർജിച്ച ശ്രീ കോഴിക്കോടിന്റെ അഭിമാനമായ രഞ്ജിയേട്ടൻ. നമ്മുടെ കേരളക്കരയാകെ എല്ലാവർക്കും അഭിമാനകരമാണ് രഞ്ജിത്ത്. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം. മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും.
താങ്ക് യു. മലയാളത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ സുരാജേട്ടനെ ഇഷ്ടം തോന്നിയ, അസൂയ തോന്നിയ ഒരു സന്ദർഭമുണ്ട്. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന ചിത്രം പുറത്തു വന്നപ്പോൾ നമുക്കറിയാം അതിന്റെ പരസ്യം പറഞ്ഞത് അതിന്റെ സംവിധായകനായിരുന്നു ലാൽ ജോസ്. പക്ഷെ സത്യത്തിൽ പിന്നീടാണ് ഞാൻ ആ സത്യം അറിഞ്ഞത് അത് ആ ലാൽ ജോസ് സാറിന്റെ ശബ്ദത്തിൽ ഡബ് ചെയ്ത് സുരാജേട്ടനായിരുന്നു എന്ന്. ആ ഒരു ശബ്ദം അതേ വോയിസിൽ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ലാൽ ജോസ് ഡയറക്ടർ. പ്രിയപ്പെട്ടവര്, മലയാള സിനിമയില് ഒരുപാട് താരങ്ങൾക്ക് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറിഞ്ഞി ക്ഷേത്രോത്സവത്തില് ഇവിടെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതില് അതിലേറെ സന്തോഷം. കടല് മാതിരിയുള്ള ഈ ജനങ്ങളെ കാണുമ്പോൾ സത്യത്തിൽ അസൂയ തന്നെ ഒന്നായിട്ട്. എനിക്ക് ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ സംഭാഷണ ശൈലി കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നേതാവുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ എന്ത് സംസാരിച്ചാലും പിന്നീട് വിവാദത്തിലേക്ക് കലാശിക്കും. SNDPയുടെ സമന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. അപ്പോൾ അതിന് ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരനായിട്ടുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും അത് ഏത് ജാതി ഇനി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അല്ല, ഇതിപ്പോ ഇനിയൊരു 10 പറമ്പ് കൂടി വേണ്ടി വരുമല്ലോ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നാൽ. അപ്പൊ ഇനിയും ഈ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് വികസിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, വികസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രിയുടെ ശബ്ദം പഠിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ കണ്ടെടുത്തോളാം നമ്മുടെ ആടിന്റെ ശബ്ദം അറിയാലോ, ആടിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ടെന്നാണ് ഞാൻ തെളിയിച്ചിരിക്കുന്നത്. ആദ്യം പെണ്ണാടിന്റെ ശബ്ദം, മുട്ടനാടിന്റെ ശബ്ദമായിട്ട് വളരെ രൂപസാദൃശ്യമുണ്ട്. എന്നാ കേട്ടു നോക്കൂ. മുട്ടനാടിങ്ങനെ നിൽക്കുമ്പോ പെണ്ണാട് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുട്ടനാടിന്റെ ശബ്ദത്തിന് വളരെ രൂപാന്തരമുണ്ട്. അപ്പൊ അത് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മുഖ്യന്റെ ശബ്ദമായി. ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോ മുഖ്യൻ സിനിമയിലെ 2 ഡയലോഗിലൂടെ മറുപടി പറഞ്ഞു. അതിപ്രകാരമാണ്, ആട് മറക്കരുത്. ശരിക്കും പറഞ്ഞാല് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഒരുതരം പാതുക കാറ്റുണ്ട്. അതിങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെയും കുറച്ച് ലീഗ് മന്ത്രിമാരുടെയും തട്ടത്തിൽ തട്ടി മുടി ഇരകളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ എന്റെ പൊണ്ണു സാറേ പിന്നെ വേറെ ഒന്നും കാണാനേ പറ്റില്ല. വിക്രിയായിട്ട് തന്നെ കാണുക. നമ്മുടെ ഈ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. ജസ്റ്റ് സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് വരുന്ന ഭാവം. ഇനി ഇത് ഒരല്പം വിഷമായാലും എന്തായാലും ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ പോകുന്ന റൂട്ടെല്ലാം ക്ലിയർ ആയിട്ട് പോകും. അപ്പൊ ബോഡിയിൽ വരുന്ന വ്യത്യാസം. കേരളത്തിന്റെ ഈ അടുത്ത സമയത്ത് കൊല്ലത്തെ ഒരു MP-യുടെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ശ്രീമാൻ ശ്വേതാംബര കുറുപ്പ്. ഫാഷൻ TV കാണാത്തവർ ആരും തന്നെ ഇല്ല. അപ്പൊ ആ ഫാഷൻ ഷോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം പയ്യന്മാരുടെ നടത്ത എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്. പിന്നെ എനിക്കറിയാം പെൺകുട്ടികളുടെ നടത്ത കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം പയ്യന്മാരുടെ നടത്ത. ഇവരുടെ ആംഗ്യ ഭാഷ
പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്തിനാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്. റെഡി, മ്യൂസിക്. ഇതാണ് ഫാഷൻ ഷോയുടെ മ്യൂസിക്. ഇതിൽ ഞാൻ ഇങ്ങനെ പോകണമല്ലോ. എനിക്ക് നടന്നു വരാൻ കണക്കില്ലേട്, കുറച്ചുകൂടി. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ആംഗ്യഭാഷ കാണിക്കാൻ ഈ ഫാഷൻ ഷോ പയ്യന്മാരുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പക്ഷേ ഭൂമാഫിയ വസ്തു ബ്രോക്കേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും ഈ ആംഗ്യഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഡി, രണ്ടാഞ്ഞില് ഒരു കവുങ്ങ്, ബിസിനസ് ഓക്കെ. ഇനി പെൺകുട്ടികളുടെ നടത്തിയാണ്. റെഡി, എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇവർ നടത്തുന്നുള്ളതാണ്. റെഡി, മ്യൂസിക്. ഇവിടെ എങ്ങനെയുണ്ട്? ഈ ബസ് എങ്ങനെയുണ്ട്? എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അന്തരിച്ചു പോയ നമ്മുടെ പ്രിയങ്കരനായ ഒരു പ്രൊഫസറുണ്ട്, ശ്രീ നരേന്ദ്രപ്രസാദ് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൊഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമണ്ഡലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര് നിലമ്പോത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും ആയുഷിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഇന്ത്യൻ സിനിമയുടെ തന്നെ ഗാനഗന്ധർവൻ KJ യേശുദാസ്, അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് കടക്കാം. അതിനുശേഷം പാട്ട്. മലയാള സിനിമയില് ഞാനും ദേവരാജ മാഷം, ശരിക്കും ദേവരാജ മാഷം വെച്ചാല് എന്റെ ഗുരുസ്ഥാനിയാണ് അദ്ദേഹം. ഇപ്പൊ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്, നമ്മുടെ ജീവനാണ്. അപ്പൊ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലെയാണ് ഓരോ മനുഷ്യരിലും ഈശ്വരം വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും പേരില് വെറുതെ കലഹിക്കുമ്പോൾ എല്ലാവരിലുമുള്ള ഈശ്വരൻ, ജഗദീശ്വരൻ ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാവട്ടെ. ഈശ്വരൻ, ജഗദീശ്വരൻ ഒരുപാട് ഒരുപാട് നന്മകൾക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ദാസേട്ടന്റെ ആ ശബ്ദമാധുര്യം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഒരു 4 വരി കീർത്തനം. ഹരിവരാസനം വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദുകം ഹരിവിമർശനം നിത്യദർശനം ഹരിഹരാജം ദേവമാശ്രയേ കലരദുസ്മിതം സുന്ദരാന കലഹകോമലം ചാരമോഹനം കലഹകേസരീ വാജിവാഹനം ഹരിഹരാജം ദേവമാശ്രയേ ഹരിഹരാജം ദേവമാശ്രയേ ഹരിഹരാജം ഹരിരാഗം, ഹരിരാഗത്തിൽ ആരംഭിച്ചവര് ആഹാരം കിട്ടില്ല എന്നൊരു ചൊല്ല് സംഗീതക്കടിയിലുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനമാണ് ദേവാസുരം എന്ന ചിത്രത്തിൽ ഞാൻ തന്നെ ആലപിച്ചൊരു കീർത്തനമാണ്. അതായത്
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയമായ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാക്കത്തില്ലയോ? ഇതിനോട് എനിക്ക് ഒയ്യ് എവിടെ തന്നെ കണ്ണാട കടിക്കുന്നത് എനിക്ക് ഒയ്യ് റിയമേലാണ്ട് ചോദിക്കുവാ നിന്നെ പോയില്ലേടാ അമ്മയും പെങ്ങിമാരും എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇന്നിട്ടാ വന്നത്. എങ്ങനെയായിരുന്നു ഈ പാവം പെണ്ണ് സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കണതാ. ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അടുത്തായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. എന്റെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ കുരുമന്ത്രായി കാണുമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്? ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഉടനായ ശ്രീ ജനാർദ്ദനൻ. പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നോടി നോട്ടം തന്നെ സ്വന്തം സേക്കട മുന്നോടിയാണ് നമുക്കൊന്ന് പോലീസുകാർ പുറത്തത് വറ 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 വീട്ടുകുറുന്നത്. മലയാള സിനിമയിൽ
മലയാള സിനിമയുടെ കാരണവരായ ശ്രീ KTS പഴന്തയിൽ. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, അപ്പി എന്തിനു പറയാൻ, എത്ര നേരായിട്ട് പറഞ്ഞു റേഞ്ചിലെന്ന് തള്ളെ കളിപ്പ് തീരല്ലോ എന്ന് പറയും. തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, ഹൈ എന്തുട്ട ശബി, എത്ര നേരിട്ട് പറഞ്ഞ റേഞ്ചിൽ മോദിക്കിട്ട് കീറേണ്ടതിന് മുതൽ ഷേപ്പണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, എവിടുക്കാടാ ഹംകേജിലേക്ക് കൂട്ടുന്നത് എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. നമ്മൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാറ് മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിലാണ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജോബി കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോൾ ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞത് കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോട് കൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ അടുത്ത പെർഫോമൻസിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിൽ ഗാനമണ്ഡലത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം. എന്റെ പൊന്നമ്മക്ക് കുന്നോളത്തിന്റെ മാപ്പുള്ള കുന്നോളത്തിന്റെ മാപ്പ് ഇല്ലെന്ന് ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടിക്ക് വേണമെന്നാ പറഞ്ഞിരിക്കുന്നു. കുടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ, ഒക്കെ വേണ്ട. താങ്ക് യു. പിന്നീട് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ. എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷം LLBക്ക് പഠിച്ചെങ്കിൽ വക്കീലായനെ, MBBS പഠിച്ച ഡോക്ടറായനെ, എന്തിന് ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര ബായാ. അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായ തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകമ്യയും ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്. ന്യൂ ജനറേഷൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമൽഹാസനും ജാനകിയും ചേർന്ന ഒരു ഗാനത്തിന്റെ അല്പം. കൺമണി அன்போட காதலன் நான் நான் எழுதும் கடிதம் இல்ல லெட்டர் இல்ல கடிதாசி
മുറിക്കാരന്റെ വീക്കലി തുള്ളി വരും, പിന്നെ പാലിന്റെ കാശിനുമാളു വരും. ഇത് ഒരു വക മെനകെട്ട സുപ്രഭാതം. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ വന്നു. എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിപ്പിച്ചത്? നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ. നിൽക്കണവിടെ. മക്കളാണത്രേ മക്കൾ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. കൊച്ചിറയിലെ കോളനിയിലെ ഓമന, ഒരു ഓമന, ആലപ്പുഴക്കാരിയായ ഒരു ആമിന, കുഞ്ഞാമിന, കൊല്ലത്തുള്ളൊരു പല്ല് പൊങ്ങിയ ചെല്ലമ്മ, കള്ളിച്ചെല്ലമ്മ, പിന്നെ അന്തപ്പന്ന ബന്ധത്തിലുള്ള ഒരു ശാന്തമ്മ, ശാന്തമ്മ. അങ്ങനെ എത്ര പേര് കയറിയിറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, വേലി തന്നെ വിളവ് തിന്നില്ലേ? അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ? വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ, പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട കണ്ട, എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പുന്നല് കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. ആ, അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി, വേലക്കാരി. എന്താ വേലക്കാരിയുടെ പേര്? ലൈലാമ്മ, ലൈലാമ്മ, വേലക്കാരി ലൈലാമ്മ, VIP സ്പീഡിലെ നമ്പർ 1 സർവന്റ്. ലൈനാക്കാൻ നോക്കിയാലും വീഴാത്ത ലൈലാണ് ലൈലാമ്മ, നാട്ടിലെ ഫേമസ് കുക്കാണ്. കാലത്തന്നെ കിച്ചണിലേക്ക് ഞാനോ, കാലത്തന്നെ കിച്ചണിലേക്ക് ഞാൻ. ഒട്ടും കടല റെഡിയാക്കും ഫാസ്റ്റ് ഞാൻ. സീരിയൽ മൊത്തത്തിൽ കാടും ഞാൻ. ശമ്പളം കൃത്യത്തിൽ വാങ്ങിക്കും ഞാൻ. ഓ എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ? ആ പിന്നെ, നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3 മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഞാനൊന്ന് കറങ്ങിയേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? പതുക്കെ പറ. ഉറക്കെ പറ. എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ, അതല്ല, തലയ്ക്ക് മൂത്തത്. ആ, അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. അയ്യോ,
പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്നാൽ, ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്ന ജേലൊത്ത പെണ്ണല്ലേടി നീ, എടി വമ്പത്തി കൊമ്പുള്ള പെണ്ണല്ലേടി നീ. പള്ളിക്കവലൽ വെച്ച് തുള്ളിക്കളിച്ചു വന്ന് കണ്ണെറിഞ്ഞില്ലേ നീ, എടി ശാന്തമ്മേ ഞാൻ നിന്നെ പ്രേമിച്ചില്ലേടി. പ്രേമിച്ച പെണ്ണെ നീ എൻ വീട്ടിൽ വന്ന് കേറാൻ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തടി, എടി ശാന്തമ്മേ ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാടി. അയ്യോ ഭാർഗവേട്ട, പുറത്താരും വന്നു. ശാന്ത ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ, നമുക്ക് പിന്നെ കാണാം. അയ്യോ ഇതാണ് സുഷമ്യോ. അയ്യോ ദേ പ്രഭാകരേട്ടൻ. സുഷമ്യ നീ എന്താ ഇവിടെ? ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരേട്ടൻ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലടോ. നീ ഇവിടെ വേലക്ക് വന്നതാ, ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരേട്ടന്റെ ഒരു സ്നേഹം. പിന്നെ വേലക്കാരിയായിട്ടാണെങ്കിൽ നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്കത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത്? വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെത്തി നടന്നൊരു ചെത്ത് പെണ്ണെ നീ ഇനി കോമഡി പറയല്ലേ. കൊച്ചിയിലുള്ളൊരു കൊച്ചു പെണ്ണെ അന്ന് നീ എന്നെ വളച്ചില്ലേ. അന്ന് തൊട്ട എന്റെ ലവറായി നിന്നെ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ. നീ വന്നതോ ഇന്ന് മനസ്സിന് ഉല്ലാസം, ആനന്ദം, ആഘോഷം. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ പ്രഭാകരേട്ടൻ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അകത്തിരിക്കുക. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും, ഞാനകത്തുണ്ടാവേ, ഞാനകത്തേക്ക് പോവാണ്. എന്റെ സുസു രക്ഷപ്പെട്ടു. ഈശ്വര, ഇതാര്? എന്റെ സോമേട്ടനോ? നീ? ഞാൻ സുഷമ. അല്ലല്ല, കനകം. കനകം. സോമേട്ട. കനകം. സോമേട്ട. കനകേട്ടാ. സോമം. കനകേട്ടാ. സോമം. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോഴല്ലേ. എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയരുത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റു വളർത്തിയവരെ പോലും ഉപേക്ഷിച്ചു വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റു വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തൊലയുമോ? തൊലയും കനകം, തൊലയും, പൂത്തൊലയും. കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനും. നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ ഗീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി ഉരുളിപ്പെണ്ണേ. ഹോട്ടലിലും പാർലറിലും കയറി കയറി മൊത്തം കാശ് തിന്ന് തീർത്ത ഓർമ്മയുണ്ടോ മൂടിച്ചി പെണ്ണേ? നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ ഗീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി നീ ഉരുളിപ്പെണ്ണേ. കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടി ഡെയിലി അന്ന് ചാറവാറ കീറി എന്റെ കളസം. ഇതാണ് എന്റെ പ്രിയതമ കനകം. ഹായ് 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 എന്റെ കാശി മുടിപ്പിച്ച ലൗവമ്മോ. അയ്യോ അച്ഛൻ. ഇക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോടാ. എടാ എടാ മക്കളെ, നിങ്ങൾക്ക് 3 ആൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ 3 പേരെയും നിങ്ങളുടെ അമ്മ ഇരട്ട വെച്ചതാടാ. അയ്യേ
എന്താ കുഴപ്പം? തെറ്റിപ്പോയാ? ആ എടാ മക്കളെ, നിങ്ങളുടെ 3 പേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. സ്റ്റൈലാണെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. ഏത് പെണ്ണ്? നമ്മുടെ പുതിയ വേലക്കാരി, ഈ നിൽക്കുന്ന ലൈലാമ്മ. അയ്യോ ശാന്തേ, സുഷമേ, കനകം. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. ഈ ഒരു നേരത്തോനെ കിട്ടൂല. ഹലോ ശശിയാ, ഞാനാണ്. ഞാൻ ഇന്ന് വരൂല. ഞാൻ രാവിലെ എണീറ്റപ്പോഴേ മേലും കൈയൊക്കെ ഒരു വേദന, ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടേ. വീട്ടിൽ ഭാര്യയ്ക്ക് തക്കാളിയാണല്ലോ, മോക്ക് ഡെങ്കിയാണ്. അപ്പം എനിക്കിനി പന്നിയാവോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അതാ അപ്പം ഈ ഒരു പണി ഈ പീട് തുറന്നോണ്ടി, പീട് തുറന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വരും കേട്ടോ. പിന്നെ നമ്മളെ സുധാരൻ വരും, നമ്മളെ മറ്റേ ഇടക്കിടക്ക് വരലില്ലേ സുധാരൻ. ഓൻ വരും. ഓൻ വന്നിട്ട് 5000 ഉറുപ്പ്യ ചോദിക്കും. കൊടുക്കരുത് ഓന്. പറഞ്ഞങ്ങോട്ട് കേട്ടാൽ മതി. കൊടുക്കരുത്. ഓനൊരു പണ്ടാരക്കാലനാ. പിന്നെ നമ്മളെ ട്രാവൽസിലെ സിസിലി വരും. സിസിലി ഇല്ലേ, ഓള് 2000 ഉറുപ്പ്യ ചോദിക്കും. ഒക്കെ കൊടുത്തേക്കണ്ടി. അതെന്തിനാന്ന് ഈ അറിയണ്ട. അതവിടെ എഴുതി വെച്ചാൽ മതി. എൻ്റെ അക്കൗണ്ടിൽ എഴുതിയാൽ മതി, ഞാൻ ആയിക്കോളൂ. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ബസ് വന്നാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നിട്ട് ഞാൻ കേട്ടോ സുഖണ്ടേ ഞാനായിട്ട് വരിക. വെക്കട്ടെ. അപ്പോ അല്ല ആരാ? നമസ്കാരം. നമസ്കാരം. ഇതാരാ? ഈ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ്. നിങ്ങളാരാ? മനസ്സിലായില്ല? ഇല്ല. ഇതെന്താ പ്രശ്നവേഷത്തിന് ഇറങ്ങിയതാ? ഇത് സൂക്ഷിച്ചു നോക്കണോ? മനസ്സിലായില്ല? ഇല്ല, എനിക്ക് ഇതിനു മുമ്പൊന്നും ഇവിടെ അതില്ലല്ലോ അല്ലേ? ഇത്ര നേരമായിട്ട് എന്നെ മനസ്സിലായില്ല? ഇല്ലാന്ന്. എടോ, ഞാനാണ് കാലൻ. കാലനോ? ഏത് കാലൻ? ഏത് കാലം ചോദിക്കാൻ നീ എത്ര കാലിനെ അറിയൂ? അല്ല, എനിക്കറിയുന്ന ഒരു കാലനെ, ഈ ജീവനൊക്കെ കൊണ്ടുപോണ ഒരു കാലം. ജീവൻ കൊണ്ടുപോണ കാലം തന്നെയാ ഞാൻ. അതേത്? ഇതെന്താ കൂട്ടിലങ്ങാടിയില്? ഞാനിവിടെ ഈ കൂട്ടിലങ്ങാടിയിൽ തനിക്കൊരു ഇവിടെ ഒരു സുരേഷിനെ പരിചയമുണ്ടോ? ഒരു സുരേഷോ? കൂട്ടിലങ്ങാടിയിലോ? ഇവിടെ ഒരു 10-14 സുരേഷ്. അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള അഡ്രസ് ഞാൻ അഡ്രസ് നോക്കി. സുരേഷ്, അച്ഛന്റെ പേര് പത്മതലാക്ഷൻ, വയസ്സ് 29. ഇത് നമ്മളെ പത്മേട്ടന്റെ മോൻ. ഏത് പത്മേട്ടന്റെ? റിട്ടയർഡ് ആയ പപ്പേട്ടെ മുപ്പര മോൻ. സൈക്കിളിന്റെ റിപ്പയർ സുരേഷ്. ആണോ? എന്റെ കമ്പനിയാ. സുരേഷിനെ അറിയാം? ഓനെന്തിനാ? സുരേഷിന്റെ സമയായി. സുരേഷിന്റെ സമയായിടോ. എന്തെത്താ കാലത്? കണ്ണു ചോരലാത്ത കൊണ്ടോവല. ഓൻ ഇന്നലെ കൂടി കല്യാണ പറയുന്നത് കണ്ടിട്ടുള്ളൂ. ഓന് ജലദോഷം കൂടി വന്നിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് അസുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും. ശരി, തോന്നിമാരി കൊണ്ടോവല. ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല വെച്ചിട്ടാ. പണ്ടാര കാലത്ത് വെറുതെ ഞങ്ങൾ ജനങ്ങൾ വിളിക്കണേ. എടോ, അതല്ല. ഈ സുരേഷിന്റെ വീട് അറിയെങ്കില വീട്ടിലേക്കുള്ള വഴി അറിയട്ടല്ല കാല. ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ സിഗരറ്റ് വലിക്കാത്ത, കള്ളു കുടിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സുരേഷേ ഉള്ളൂ. അതെ, വലിയ വർത്താനം ഒന്നും പറയണ്ട. ഈ നാട്ടിൽ ഇപ്പൊ കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. അതറിയോ? നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ഒരു ശീലം തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് അവിടെ പണിയൊന്നും ഇല്ലാണ്ടായി. നമ്മൾ വെറുതെ ഈച്ചേനാട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇവിടെ നാളെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു? ആദ്യമായിട്ട് കുറെ പനി ഇങ്ങോട്ട് റിലീസ് ചെയ്തു. പനിയായിട്ട് നിങ്ങൾ 13 ആളെ കൊണ്ടായില്ല. ഞാൻ പറഞ്ഞുതരാം. H1N1 പറഞ്ഞു. പന്നിപ്പനി വന്നു, ഡെങ്കിപ്പനി വന്നു, പക്ഷിപ്പനി വന്നു, തക്കാളിപ്പനി വന്നു. അടുത്ത ആഴ്ച പുതിയ വരാൻ പോവുക ബീട്രൂട്ട് പനി. ഇങ്ങനെ ഇവിടുന്ന് കുറെ പനി ഉണ്ടാക്കിയിട്ട് ഇവിടെ നാളെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരില്ലേ? അല്ല, എന്നാലും ഈ സുരേഷിനെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ സുരേഷിന്റെ വീടറിയെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴി കാണിച്ചാടോ. വീടറിയറ്റല്ല, ഓന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂല. ഓന്റെ വീട് നിറയെ ജപ്പാൻ കുഴിയാ. ജപ്പാൻ കുഴി അറിയില്ല? നിങ്ങളെന്ത് പോത്തിന് കൂട്ടാഞ്ഞ്? അങ്ങനെ ചോദിക്ക്. വിവരമുള്ള ആരെങ്കിലും കേരളത്തിലെ റോട്ടിലേക്ക് പോത്തിനെ കൊണ്ടുവരും? ഇവിടെ പോത്തറ്റം വല്ല കുഴിയിലും വീണ് കഴിഞ്ഞാൽ ഇത് നന്നാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. പോത്തല്ല, നിങ്ങൾക്കും പോകാൻ പറ്റില്ല. നിങ്ങളെ കൊമ്പ കൊടിഞ്ഞു പോകും അതിലെ പോയാല്. സുരേഷിന്റെ വീട് കാണിച്ച? അല്ല, ഞാനൊരു പണി ചെയ്യാം. സുരേഷിനെ വിളിക്കാം. ഓന് നമ്പർ ഉണ്ട്, ഓന് മൊബൈൽ ഉണ്ട്. ഞാൻ ഓനെ വിളിച്ചിട്ടേ ഓനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇങ്ങോട്ട് വരാം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാലോ. ഞാനാണ് ഇതുവരെ ഒരാളെ കൊണ്ടുപോകണേ കണ്ടിട്ടില്ല.
ഞാനൊരു പണി ചെയ്യാം. ഞാൻ വിളിക്കുമ്പോഴേക്കേ സുലൈമാനെ, നമ്മളെ സുലൈമാന്റെ പീടിയാണ് കാണുന്നത്. സുലൈമാന്റെ പീടിയ അവിടെ ഒരു മോരുമെള്ളം കുടിച്ചോളിക്കള്. വേണോ? ആ കുടിച്ചോളി, ഇന്റെ വകയാ, കുടിച്ചോളി. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ വരികയല്ലേ. വല്ലാത്തൊരു സാധനം, നേരിട്ട് നടക്കിയ ആൾക്കാരെ കൊണ്ടുപോവാൻ. ഹലോ സുരേഷാ, ആ മോനെ ട്രൗസറൊക്കെ എടുത്തിട്ടോ, കാലം വന്നിക്കണ്. ആ കാലം ജീവൻ കൊണ്ടോണ കാലം ഇതാ അന്നെ കൊണ്ടാവാൻ എൻ്റെ അച്ഛൻ്റെ പേരും എൻ്റെ നാളും പേരൊക്കെ പറഞ്ഞിക്കണ്. എടോ ശരിക്കും കാലിനോട് കൊമ്പൊക്കെ ഉണ്ട്. അതാ നമ്മളെ സുലൈമാന്റെ വീട്ടിൽ നിന്ന് മോരുമെള്ളം കുടിക്കണതാ. കാര്യമായിട്ട് പറയാ, ഈ ഒരു പണിതോ വീട്ടിൽ നിന്ന് വിട്ടോ. വീട്ടിൽ നിന്ന് എങ്ങോട്ടച്ച പോയിക്കാള്. ഞാൻ ഐഡിയ ഇട്ടതാ മൂപ്പർ അങ്ങോട്ട് പറഞ്ഞേച്ചേ. വീട്ടിൽ നിന്നാ മൂപ്പർ എന്നെ കൊണ്ടുപോയി എങ്ങോട്ടച്ച പോയിക്കാൾ കേട്ടോ. എങ്ങോട്ടച്ച പോയിക്കോളെ, എങ്ങോട്ട് ചോദിക്കാം എന്നോട്. ജീവനല്ല എമ്പക്ക് വലുത്. ആ 2-3 മുണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ട് പോയിക്കാള്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിക്കോട്ടെ, പിടുത്തം കിട്ടരുത് കാലിന്. വിട്ടോ വിട്ടോ. പിന്നെ പെട്ടെന്ന് വിട്ടോ, ഈ പോണ വരെ ഞാൻ മൂപ്പറെ പിടിച്ചു വെച്ചോളൂ. എന്നാ ശരി. ഇങ്ങനെ കൊണ്ടായ ശരിയാവുമോ? എങ്ങനെയുണ്ട് മോരുവെള്ളം? എങ്ങനെയുണ്ട് മോരുവെള്ളം? കുഴപ്പമില്ല. സുരേഷിന്റെ കാര്യം എന്തായി? കുളിക്കുക ഞാൻ നേരെ അങ്ങോട്ട് വരാം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാം നിങ്ങൾക്ക്. ശരി, അതെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ. അതുവരെ എമ്പക്ക് വർത്താനം പറഞ്ഞിക്കാലോ. ഞാൻ ബസ്സിനകത്തേക്കേനെ. ഞാൻ ആദ്യമായിട്ട് കാണാ കാലിനെ. നിങ്ങൾ ശരിക്കും കാലം തന്നെയാ? എനിക്ക് എന്തോ ഒരു സംശയം, ഞാൻ കാലിനാണെന്നുള്ള കാര്യത്തിൽ എന്തോ എന്റെ തെളിവുണ്ടോ? എന്താ ഇതെന്താ? എന്റെ ഐഡന്റിറ്റി കാർഡാ, സൂക്ഷിച്ചു നോക്കും. അവിടെ കാർഡൊക്കെ ഉണ്ട്. ആ കാർഡൊക്കെ ഉണ്ട്. അതാ കൊമ്പു, അതാ പോത്തതാ. അത് ശരിക്കും കാലം തന്നെയല്ലേ? പക്ഷെ നിങ്ങൾ സിനിമയിലും സീരിയലും കാണും പോലെ ഒന്നല്ല കേട്ടോ. സിനിമയിലും സീരിയലൊക്കെ നിങ്ങൾക്ക് നല്ല തടിയുണ്ട്. ഇതെല്ലാം കൂടി സാധുപിടി പോലെ അയക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെ, മനസ്സിലായില്ലേ? ഞാൻ മെലിഞ്ഞിട്ടാണ്. സിനിമാക്കാര് തടിച്ച ആളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്റെ കുറ്റമല്ലല്ലോ. നിങ്ങൾ പ്രസവത്തിലെ എങ്ങനെയാണ് അല്ലേ? ഞാൻ പ്രസവത്തിൽ എങ്ങനെയാണോ പ്രസവത്തിൽ അല്ലാണ്ട് നോക്കണ്ട കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി എന്തിട്ടു? എന്ത് ശമ്പളം? ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയാലേ ശമ്പളം എന്തിട്ടു? ഇത് ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ഇത് ഞങ്ങളുടെ കർമ്മമാണ്. പ്രതിഫലം കിട്ടൂല, പൈസ കിട്ടൂല. പൈസ കിട്ടൂല? ഇല്ല. ഇവിടെ ഒന്നും ആരും അതിന് കിട്ടൂലേ. ഇവിടെയൊക്കെ പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വെക്കല്ലോ, നിങ്ങൾ എന്താക്കൂ? ആ പഞ്ഞി ഞങ്ങൾ എവിടെ എത്തും എടുക്കും. അവിടെ നിർത്താളോ? കാൽമല കെട്ടോ? കാൽമല കെട്ടഴിക്കൂ. ഇവിടെ ഒരു കെട്ടിയെത്തല്ലേ നിങ്ങൾ? അതോ അതും അഴിക്കൂ. അപ്പൊ ഞങ്ങൾ വെറുതെ പണിയെടുക്കുക ഇവിടെ? ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കണ്ട വിവരക്കേടൊക്കെ ചെയ്തു വെക്കായി? അത് ശരി. ബാക്കിയുള്ളവനെ അവിടെ പണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിനിറ്റ്. ഫോണോ? ഹലോ, ആ ചിത്രഗുപ്ത, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇല്ല, ഞാനിത് അവിടെ ഉണ്ട്, കൂട്ടിലങ്ങാടിയാണുള്ളത്. ആളെ കിട്ടിയില്ല. ഇപ്പൊ വരും. ഇപ്പൊ വരും. വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇല്ല കുഴപ്പമില്ല. കുളിക്കാന്ന് പറഞ്ഞു. കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ഇല്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം. പിന്നെ ഇന്നലെ വന്ന 3 ആളുണ്ടല്ലോ, അവരെ കാലിലെ കെട്ടഴിക്കണ്ട. അത് സിനിമാറ്റിക് ഡാൻസിന്റെ ചെറുപ്പക്കാരാ. വെറുതെ അവിടെ കിടന്ന് ചാടി കളിച്ചു കഴിഞ്ഞാലേ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാ. ഓക്കെ ഞാൻ വിളിച്ചോളാം. ശരി. ആരാ? ചിത്രഗുപ്തൻ. അത് ശരി. അങ്ങോട്ട് റേഞ്ച് ഉണ്ട്? പിന്നെ നല്ല റേഞ്ച് അല്ലേ? പിന്നെ ഭയങ്കരല്ലേ. കാലം പോയൊരു പോക്കില്ലേ കാല? അല്ല കാലേട്ടാ. അങ്ങനെ വിളിക്കും, മര്യാദക്ക് വിളിക്കും, ബഹുമാനിക്കാൻ പഠിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഈ മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വരൂലേ? വരും. എന്നിട്ട് ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കും. അതായത് ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് മരിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ എന്നുള്ള ഞാനാ തീരുമാനിക്കുക. നിങ്ങളാണ്? ഞാനാ തീരുമാനിക്കുക. ശരി. അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിലേ എന്നെ മെല്ലൊന്ന് സ്വർഗത്തിലേക്ക് ആക്കി തരണം. അങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് ആക്കാനൊന്നും പറ്റില്ല. അതിനൊക്കെ ചില ഒരു മാമൂലുകളൊക്കെ. എന്നെ വേണ്ട രീതിയിൽ കാണുന്ന ആളുകളെ മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക്. എങ്ങനെ കാണൂ? എന്ത് പൊട്ടിക്കാന്ന്? കുപ്പി പൊട്ടിച്ചാൽ ഉടനെ വീഴുന്ന ആളാ ഞാൻ. എന്നോട് ആരാടാ പറഞ്ഞു? നിന്റെ പേരൊന്ന് പറ, ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിന്റെ പേര് പറ. നിന്റെ പേര് പറ, ലിസ്റ്റ് നോക്കട്ടെ. അല്ല എന്തറിയോ? പേര് പറയണോ? കുപ്പി പൊട്ടിക്കണ്ട. പേര് പറയണോ? പേര് കുട്ടിക്കൃഷ്ണ. അച്ഛന്റെ പേരെന്താ? അച്ഛനില്ലല്ലോ. അച്ഛൻ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. അച്ഛൻ എവിടുന്ന് കൊണ്ടുപോയതാ? എവിടുന്ന്? കൂട്ടിലങ്ങാടി. എങ്ങനെ വേണ്ട വീണ്ട്? ശങ്കരന്റെ മോനാ ഞാൻ. അത് ശരി. പറയണ്ടേ ഒരു മിനിറ്റ്. കുട്ടിക്കൃഷ്ണൻ ഞാൻ ഉണ്ടാവില്ല. ഇല്ല, 10 കൊല്ലത്തേക്കില്ല. ഇപ്പഴാ ശ്വാസം നേരെ വീണേ. പിന്നെ നിന്റെ അച്ഛൻ നിങ്ങളെ മൊബൈലിൽ വിളിച്ചാ കിട്ടുവോ? അങ്ങനെ വിളിച്ചിട്ട് ഇവിടുന്ന് സംസാരിക്കാൻ പറയാൻ പറ്റൂല. നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. വേറെ ആളെ വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അല്ല എന്നാലും നിങ്ങളെ മൊബൈലിൽ ഞങ്ങൾക്ക് മോരുമളൊക്കെ പിടിച്ചെന്നല്ലേ? അച്ഛനോട് ഒന്ന് വർത്താനം പറയാൻ വിളിക്കുക, പക്ഷെ അധിക നേരം സംസാരിക്കില്ല. പെട്ടെന്ന് കട്ട് ചെയ്തോ. ആയിക്കോട്ടെ. നോക്കി കിട്ടിയാലോ? ഹലോ ശങ്കര, ഞാൻ നിന്റെ നാട്ടിലുണ്ട്. നിന്റെ മോൻ എന്റെ അടുത്തുണ്ട്, ഞാനൊന്ന് കൊടുക്കാം. എന്റെ മോനുണ്ടോ? എന്തൊക്കെയോ സംസാരിക്കാൻ. പെട്ടെന്ന് വെച്ചേക്കണേ. അച്ഛാ
മോനെ. അച്ഛൻ ഞാനാ. എന്തൊക്കെയാണോ എനിക്കവിടെ സുഖാണോ? സുഖം അച്ഛൻ. കാലം ഇവിടെ നമ്മളെ പത്മേട്ടന്റെ മോനെ സുരേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേനി. കണ്ടപ്പോ എനിക്ക് പോകണ്ട എന്നതാ. ഒരു പണി. പിന്നെ അച്ഛന്റെ പഴയ കമ്പനിക്കാരെ വീടൊക്കെ ഒന്ന് കാലിൽ കാണിച്ചു കൊടുക്കും. ഓരോട് പെട്ടെന്ന് കൊണ്ട് വരാൻ പറയും. അല്ല അച്ഛാ, ഓർക്കൊന്നും ഒരു സൂക്കേട് പോലും പിടിച്ചില്ല അച്ഛാ. സൂക്കേടൊന്നും വേണ്ടോ, ഓരോട് ഹൈവേ കൂടെ 4 പ്രാവശ്യം നടന്നാ മതി എന്ന് പറഞ്ഞേക്ക്. പിന്നെ പിന്നെ എന്തൊക്കെയാ, സുഖം തന്നെയല്ലേ നിനക്ക്? അച്ഛന് സുഖല്ലേ? അച്ഛന് സുഖാണോ? പരമ സുഖല്ലേ ഇവിടെ. പിന്നെ പിന്നെ ഒരു കാര്യം ചെയ്യണം. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ പോയില്ല അച്ഛാ. അമ്മ പോയോ? എന്നിട്ട് അമ്മ ഇങ്ങോട്ടെത്തിയില്ലല്ലോ. അങ്ങോട്ടല്ല, അമ്മ സുബ്രഹ്മണ്യേട്ടന്റെ കൂടെ പോയി. പോവാടാ അമ്മ. സുബ്രഹ്മണ്യേട്ടൻ ഇടക്കിടക്ക് വീട്ടിൽ തിരിഞ്ഞു കളിക്കണ കാണുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മ അങ്ങോട്ട് കൂടെ പോകുന്നു. അമ്മ 41 വരെ കാത്തു, 42-ാം തീയതി പോയി. പോയില്ലേ? പിന്നെ ഒരു കാര്യം, ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അർബൻ ബാങ്ക് 2 ലക്ഷം ഉറുപ്പിക എടുത്തില്ലേ ലോൺ? അത് തിരിച്ചടച്ചോ? അടയ്ക്കാൻ തുടങ്ങിയില്ല അച്ഛാ. എന്താണ് അടയ്ക്കാൻ തുടങ്ങിയില്ല? അടച്ചില്ല. ഈ അടയ്ക്കൂലടാ. ഈ അങ്ങനത്തെ കുരുത്തക്കെട്ട സാധനം ഈ പറഞ്ഞാ കേൾക്കൂല. കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചങ്ങനെ നടന്നോ? സീറ്റ് ഒരു കാലം നന്നാവാൻ പോകില്ല. അല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പോഴേ സ്വര്യം തന്നില്ല, അവിടുന്ന് സ്വര്യം കെടുത്താൻ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഫോൺ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രേം നസീർ എവിടെയാ? പ്രേം നസീർ അവിടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സിനിമയിൽ അഭിനയിച്ചില്ലേ മൂപ്പര്? പിന്നെ നമ്മുടെ വീരപ്പൻ നരകത്തിലാ. നരകത്തിൽ തന്നെ കിടക്കണോ? എന്തൊക്കെ പുലിമാലുണ്ടാക്കിയ ആളല്ലേ? ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുതേ. നമ്മുടെ സിൽക്ക് സ്മിതി എവിടെയാ? മനസ്സിലായി. എവിടെയാ? അവിടെ ഉണ്ട്. അവിടെ എന്താ പണി? ദേവലോകത്ത്. എന്താ പണി? ബാറിലെ ഡാൻസറാ. ഡാൻസർ? ഓ, ഓളെ കാണാൻ ഇനിയും 10 കൊല്ലം കാത്തിക്കണോ? ഒരു മിനിറ്റ്. ഹലോ. ഇല്ല എത്തിയിട്ടില്ല. ഞാനിപ്പോ നോക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. എടോ, ചിത്രഗുപ്തൻ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുരേഷിന്റെ കാര്യം പെട്ടെന്ന് നോക്ക്. അവൻ എന്താ വരാത്തെന്ന് മനസ്സിലായി. നോക്ക്. ഞാൻ ഒന്നും കൂടി വിളിച്ചോ. ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുപോകാനുള്ള കുറച്ച് ആൾക്കാരെ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടുത്ത ആഴ്ച എന്നെയും കൊണ്ടുപോകേണ്ട ആൾക്കാരെ നിങ്ങൾ വല്ലാണ്ട് ആളെ കൊണ്ടുപോട്ടോ പണ്ടാര കാല. ഓ എപ്പോ സുരേഷേ എവിടെ എത്തി? സ്റ്റേഷനിലെത്തി? മണ്ടിട്ടിയോ? അവന്റെ മോനെ കാലം എന്റെ മുന്നിൽ വന്ന് വിട്ട എന്റെ ഭാഗ്യ. പോയി വിട്ടോ ജീവൻ അമ്പക്ക് വലുത്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശരിയാവില്ലോ. ഏതാ വണ്ടി? മദ്രാസ് മെയിലോ? ആയിക്കോട്ടെ, വിട്ടോ. പിന്നെ എത്ര മണിക്ക് അടുത്തു? നാളെ രാവിലെ 7:30. ആയിക്കോട്ടെ. പിന്നെ ഒരു അറിയിപ്പുണ്ടാവണവർ ഇങ്ങോട്ട് വരരുതിട്ടോ. ഞാൻ വിളിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയേ. ആയിക്കോട്ടെ. കാലം എന്തായി? പാവോ, ആളെ കൊണ്ടുപോകാൻ വന്ന ആളാ ചൂടിയേറ്റ്. എന്തായിടോ? എന്ത് സുരേഷിന്റെ കാര്യം? ഏത് സുരേഷ് എന്നോ? ഈ കൂട്ടിലങ്ങാടിയിലെ പത്മതലാക്ഷന്റെ മകൻ സുരേഷ്. അപ്പൊ കിട്ടും നിങ്ങൾക്ക്? കിട്ടും. എന്ത് കിട്ടുന്നു? വല്ലാണ്ട് കൊണ്ടുപോകും സുരേഷിനെ. ഓന്തിനെ പോലെ നിർമാറി കളിക്കരുത്, കാര്യം പറ. ഇന്റെ കാല ഈ കുട്ടിക്കൃഷ്ണന്റെ മുന്നിലല്ലേ വന്ന് പെട്ട്. അതിനെന്താ? ഈ കുട്ടിക്കൃഷ്ണൻ ആരാ മോയി? എന്താ? സുരേഷിനെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത്. എങ്ങോട്ട് പാക്ക് ചെയ്ത്? നിങ്ങൾ നേരത്തെ മോരുവെള്ളം കുടിക്കാൻ പോയില്ലേ? ആ ഗ്യാപ്പില് ഓണം ഞാൻ ഇവിടുന്ന് മദ്രാസിലേക്ക് കയറ്റി. എങ്ങോട്ട്? വണ്ടി കയറ്റി മദ്രാസിലേക്ക്. വണ്ടി കയറ്റി വിട്ടു. ഓപ്പ മദ്രാസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലേക്ക്. സുരേഷിനോ? നാളെ രാവിലെ 7:30 മണിയാകുമ്പോഴേ മദ്രാസിലെത്തു. നാളെ രാവിലെ 7:30 മണിക്ക് സുരേഷ് മദ്രാസിലെത്തു. ഉറപ്പാ? ചിരിക്കുക മോയന്തായിട്ടു. മോയന്തായിട്ട് ചിരിക്കുക. കാല എന്തേ കാല ഈ കാര്യം പറയും. നീ എന്താടാ വിചാരിച്ചത്? ഈ കാലനായി ഞാൻ വെറും പൊട്ടനാന്ന് വിചാരിച്ചോ? എടാ, ഈ പറയുന്ന കൂട്ടിലങ്ങാടിയിലെ പത്മതലാക്ഷന്റെ മകൻ സുരേഷ്, വയസ്സ് 29. നാളെ രാവിലെ 7:30 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോ കാല് തെറ്റി പ്ലാറ്റ്ഫോമിൽ വീണ് അവിടെ നിന്ന് ചതഞ്ഞരഞ്ഞ് മരിക്കേണ്ട ആളാ. ഈ നാളെ മരിക്കേണ്ട ആളെന്താ ഈ സമയമായിട്ടും കൂട്ടിലങ്ങാടി തന്നെ തിരിഞ്ഞു കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വേറൊരു വഴിക്ക് പോകുമ്പോ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാ ഞാനിവിടെ. അപ്പൊ ഏതായാലും നീയായിട്ട് ഫോൺ ചെയ്ത് അവനെ പറഞ്ഞയച്ച സ്ഥിതിക്ക് ഞാനിപ്പോ നേരെ മദ്രാസിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല. അവൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ അല്ലേ. ഞാൻ എന്തായാലും മദ്രാസിലെത്തി സുരേഷിന്റെ ആത്മാവിനെയും കൊണ്ട് പോകും. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരും. അന്ന് നിന്നെ കൊണ്ടുപോകാനായിരിക്കും ഞാൻ വരിക. പോട്ടെ. നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടനെയാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നടൻ ശ്രീ സിദ്ദിഖ്. അമ്മച്ചി ഇതാരെ തോൽപ്പിക്കാന്? പണ്ട് വാഗത്താനത്തുനിന്ന് അപ്പച്ചൻ്റെ കൈ പിടിച്ചിറങ്ങിയ കൊച്ചുറോ ഇപ്പം പ്രായം എത്രയായി? മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം ആയി. പ്രായം ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ ശരി അങ്ങാടി മുഴുത്ത് ഉണ്ടോ അല്ല വേണ്ടത് പറഞ്ഞിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സിദ്ദിഖ് എന്ന നടനു ശേഷം ഇനി നമ്മുടെ മുന്നിലെത്തുന്നത് മലയാള സിനിമയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു നടിയാണ്.
മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയ്ക്ക് ലഭിച്ച ഷീല എന്ന ആ നടി, മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ കൊച്ചു ത്രേസ്യ എന്ന ആ കഥാപാത്രം. എന്റെ മാത്തുക്കുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കാശ് കൊടുക്കാമെന്നേറ്റത് അമ്മച്ചിയല്ലയോ മക്കളെ, എങ്കിലും അമ്മച്ചി തന്നെ കൊടുക്കും. ഇതിന്റെ കുട്ടിയുടെ കുട്ടിയാണ് മാളു. ഓക്കെ, ഷീലയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലെത്തുന്നു മലയാള സിനിമയുടെ തിലകക്കുറിയായ നടനാണ് ശ്രീ തിലകൻ. ഈ തിലകൻ ഒരു മകനുണ്ട്, ഷമ്മി തിലകൻ. മോഹൻലാലിന്റെ ദേവാസുരം എന്ന ചിത്രത്തിൽ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത് നെപ്പോളിയൻ ആയിരുന്നെങ്കിൽ ആ നെപ്പോളിയന് ശബ്ദം കൊടുത്തത് ഷമ്മി തിലകനായിരുന്നു. ശ്രീ ഷമ്മി തിലകൻ. മുസ്തഫ ഹാജിയുടെ ജീവനെടുക്കാൻ ഞാനും ദേവദേവൻ നമ്പ്യാരും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറുകേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തടുത്തു നിൽക്കാനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ ഭായ്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാനാവില്ല സക്കീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും വരട്ടെ സക്കീർ അലി ഹുസൈൻ. ഓക്കെ, പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുക, ആ സിനിമയിലെ പേര് തന്നെ സ്വന്തമായിട്ട് ലഭിക്കുക, ഇതൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച മലയാളത്തിലെ ഒരു നടനാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള രാജു. ലാസർ പാലയിൽ നിന്ന് കാപ്പി കുടിക്കണം, പിന്നെ ഭാര്യ ഒന്ന് കാണണം. സാറ് പറഞ്ഞ കറക്റ്റാ. ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും കുറെ മോളോടെ കൊമ്പത്തിരിക്കുന്നവരെ എവിടെയൊന്ന് ജോലി ചെയ്യണം തീരുമാനിക്കുന്ന CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇന്ത്യയുടെ ചുരുക്കം ചില സുഹൃത്തുക്കളാണ് മാത്രം. അവരുടെ പാലക്കാട് വിക്ടോറിയയിൽ ഒരുമിച്ച് പഠിക്കാനുള്ള പേരുണ്ടായി വരാം സാർ. അയ്യോ, ഏഷ്യാനെറ്റിലെ മഞ്ച് സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം നിങ്ങളേവരും കാണുന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പലപ്പോഴും ജഡ്ജസിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു മജീഷ്യനുണ്ട്, മജീഷ്യൻ മുതുകാട്. ഇദ്ദേഹത്തിന്റെ സംസാര രീതി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതാ നിങ്ങളുടെ മുന്നിൽ മജീഷ്യൻ മുതുകാട്. ഈ മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രൊഫസർ വാഴക്കുന്ന് നമ്പൂതിരിയാണ്. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്ന ഒരു മാജിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടു കൂടി ഞാനന്ന് കണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം ഏതായാലും വേദിയിൽ എൻ്റെ മുമ്പിൽ മോനിങ്ങനെ പാടിയ സമയത്ത് ആ ഒരു പഴയ വിസ്മയ ലോകത്തേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. എന്തായാലും മോൻ്റെ പാട്ടിന് നല്ല ഒരു മാർക്കുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ച, ഒരു കാലത്ത് വില്ലനായും ഇപ്പോൾ തമാശ നടനായി മാറിയ ആ നടനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ കൊച്ചിൻ ഹനീഫ. പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞ് എന്താ കാണിച്ചത്? കൊണ്ടുവന്നിട്ടുണ്ട ഈ പിള്ളച്ചന്റെ ഒരു കാര്യം. എപ്പം നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങോ പന്നി? ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ നിന്നും വ്യത്യസ്തമായി തമിഴകത്തെ ഒരു നടനെ നമ്മൾ കാണാൻ പോകുന്നു. തമിഴകത്തെ ഒരു സൂപ്പർ വില്ലൻ, ഈ അടുത്ത കാലത്ത് ദേശീയ പുരസ്കാരം വരെ ലഭിച്ച ആ നടൻ, മലയാളത്തിൽ പാണ്ടിപ്പട എന്ന സിനിമയിൽ ദിലീപിനൊപ്പം മനോഹരമായൊരു വേഷം ചെയ്ത ആ നടൻ ശ്രീ പ്രകാശ് രാജ്. செல்லம்மா, ஐ லவ் யூடா. இந்த ஊர்ல யார் விடத்த மாதிரியே பேசலாம், நான் நீ பேசக்கூடாதா? ஏன்னா நான் உன்னை காதலிக்கிறேன். ஏ ராஜா, இனி உள்ள கேள்வி எல்லாமே நானே கேட்க போறேன். ஏன்னா இந்த இன்ஸ்டிடியூஷனுக்கு நான் தான் டீன். ബാസ് നിന്റെ കൂട്ടുകാരനാണല്ലേ, അവനെ ഞാൻ അടിക്കാൻ പറഞ്ഞ അടിക്കണോ? അപ്പടിയല്ല, ഇപ്പടി അടിക്കടാ. ഓക്കെ, മലയാള സിനിമയുടെ ആ പഴയ സുവർണകാലം, ആ കാലത്തെ രണ്ട് നായകന്മാരാണ് പ്രേം നസീറും സത്യനും. രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിൽ ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ശ്രീ സത്യനേശൻ നാടാർ. അമ്മേ, കുട്ടികളില്ലാത്ത വിഷമം കാരണം ഞാൻ മൂകാംബിക പോയി തിരിച്ചു വന്നപ്പോൾ വീട് നിറച്ചും കുട്ടികളാണ്. ഇത് ശാന്ത തെറ്റുകാഴ്ച അന്നോ സുലോചന തെറ്റുകാഴ്ച അന്നോ? കേന്ദ്രമന്ത്രി KM വർഗീസിന്റെ പമ്പള അച്ചാമ്മ വർഗീസിന് കുതിര സവാരി പഠിക്കണോ അത്രേ. ഇന്ന് തന്നെ ഒരു കുതിരയും ട്രെയിനറെയും നമ്മൾ ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കുന്നു ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവെന്ന് അധികാരം വെച്ചുകൊണ്ട് തേർഡ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞിട്ടാ അച്ചാമ്മ പോലീസ് കുതിരയുടെ പുറത്തോട്ട്. എവനാകുമ്പോൾ കൊള്ളാം, പോലീസുകാർക്കുള്ളത്ര ക്ഷമ
എവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ബോബി, നോ സോഡ, എനിക്ക് ഓൺതറോക്സ് മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടായോ? ഓ, ഒരു കാലത്ത് മിമിക്രി കൂട്ടുകെട്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ പിന്നീട് അവർ മലയാള സിനിമയുടെ ഇരട്ട സംവിധായകന്മാരായി മാറി. ഈ ഇരട്ട സംവിധായകന്മാരിൽ നിന്നും ഒരാളെ നമുക്ക് നല്ലൊരു നടനായി ലഭിച്ചു. ആ നടനാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ ലാൽ. ശരിയാ, നീ പറഞ്ഞോളൂ. ശരിയാ, എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പേഴ്സ് സ്വന്തം കാര്യം നോക്കിയപ്പോ ഏതോ ഒരു സ്ത്രീയാ എന്റെ അമ്മ. അങ്ങനല്ല എനിക്ക് നിന്റെ അമ്മ ചത്തൂന്നേട്ടാ. ശരിയാ വരിക. ശരി, ബോംബെയില് ഒരു തെരുവില് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവരാ നമ്മള്. എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ പഴമൊക്കെ മറന്നു. ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ചിത്രം എന്ന മോഹൻലാൽ ചിത്രം. ഈ ചിത്രത്തിലെ ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ മോഹൻലാൽ വെള്ളമെടുത്ത് അഭിനയിക്കുന്ന ഒരു രംഗത്തിൽ മോഹൻലാലിനോടൊപ്പം നെടുമുടി വേണുവും മോഹൻലാലിന്റെ അമ്മായിയപ്പനായി വേഷമിട്ട അന്ന് ആ നടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത് നമ്മുടെ മരിച്ചുപോയ നടൻ നരേന്ദ്രപ്രസാദ് ആയിരുന്നു. നരേന്ദ്രപ്രസാദും നെടുമുടി വേണുവും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു രംഗം. മുഴയില് മുഴുവൻ തോണ്ടി 2 പൊട്ട നീ തണ്ടിയില്ല. കാര്യങ്ങളെല്ലാം എത്രത്തോളം സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയാൻ പോവാ. താനെന്തോന്നു തുറന്നു പറയാൻ പോവാന്ന്? ഞാനിവിടെ ആരുമല്ല, ആരുമല്ല വിഷ്ണു. അതല്ല, ഇത്രയും പരിശുദ്ധാത്മാവായ മേരോ സാറ് എനിക്ക് പറ്റില്ല. ഞാൻ പറയാൻ പോവാ. എന്താണോ കൈമളെ, ഞാൻ അറിയാത്ത എന്ത് കാര്യമല്ല ഇവിടെ. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അറിയണം. അന്നാ 2 കണക്ക് 3 പിന്നെ കരച്ചിലായി പിടിച്ചിലായി കാര്യമായി. പൂസല്ല പിള്ളേരുടെ ഈ മുട്ട ഈ മുട്ട ഇത് കുഞ്ഞുനാളുകളാണ്. ഇപ്പൊ ഒരു പേര് വിളിക്കട്ടെ, കള്ളപ്പിള്ള കള്ളപ്പിള്ള കള്ളപ്പിള്ള. ഒരുപാട് അച്ഛൻ വേഷങ്ങളും അമ്മാവൻ വേഷങ്ങളും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് നനച്ചിരിക്കാത്തൊരു സുപ്രഭാതത്തിൽ മരണം വന്ന് തട്ടിക്കൊണ്ടുപോയൊരു നടനാണ്. ഒടുവിലായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. വെളിച്ചപ്പാടുകിന് ഉറഞ്ഞു തുള്ളല്ലേ. ഒരു ഭാഗത്താണ് അനിയും പപ്പട ആൾക്കാർ, മറുഭാഗത്താണ് ചേട്ടൻ പപ്പട ആൾക്കാർ. പ്രേമേന്ദ്ര നനക്കിടപ്പ ഇനിപ്പറ്റ വഴിയുള്ളൂ, അടുക്കല്ല പറ്റൂല വഴി. മലയാള സിനിമയുടെ 2 ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ. ഇതില്ല, മുഖം മാത്രം. എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുത്. പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുക, ഇനി വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് നോക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഈ പേജിനൊരു കയ്യേറ്റ് കൊടുക്ക്.
ഇനി എൻ്റെ മുടിക്കാ കൈയടിക്കേണ്ടി എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ സിറാജ് എൻ്റെ മുടിയൊന്ന് പെട്ടു ഒന്ന് കോലത്തിൽ നടക്കും. ഓല് കാണാണ്ട് കളിച്ചതായിരുന്നു ഇത്രയും കാലം. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്. ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമല്ലിക ചൂടാം ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? അങ്ങേ കട്ടിലെ മുളല് കെട്ടി ഇങ്ങേ കാട്ടിലെ മുഴല് കെട്ടി കാട്ടല കണ്ടല്ല മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു നീലാകാശ. ലാലേട്ടനോടാകല്ലേ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് നേടിയ നമ്മുടെ സ്വന്തം ബാലകേ നായർ സാർ. ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കും. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരനാണ്. ആ പഴയകാല രവീന്ദ്രേട്ടന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും അത്തരൊന്നു വേണ്ടേ അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ അനുരാഗ വിലോചനായി അതിലെ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ പാതിയിൽ പാടാത്തൊരാ തേനൂറിടും വിശലായി വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ
പാട്ടിന് വേണ്ടി കൈയടിക്കണം കേട്ടോ, അല്ലേ? അടിയിലത്തെ പേജിട്ട് കൈയടി കൂടെ ആരെങ്കിലും ഒന്ന് കൈവക്കുക. ഒരു പാട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ? സ്വാമിയല്ലേ പറഞ്ഞ് സംഗീതം എൻ്റെ സാരാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക. അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക. എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ മെഴുകില്ല, എന്റെ മെഴുകില്ല. ഉണ്ണേട്ടാ എന്താ വിനോദ്? ഉണ്ണേട്ടൻ ഓർമ്മയുണ്ടോ? ആ, ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ, ഉണ്ണേട്ടാ എന്താ വിനോദ്? ഉണ്ണേട്ടന്റെ വീടെവിടാ? ഉണ്ണേട്ടന്റെ നാടെവിടാ? ഉണ്ണേട്ടന്റെ വീടെവിടാ? ആയിക്കോ അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി കുതിച്ചു പായും മാറാ, പട്ടുകുപ്പായക്കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരിൻ മഞ്ഞലയോ? വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞേ. दोस्ती हम नहीं तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे. കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. സ്നേഹിതയാണു നീ. തേരി മേരി മേരി തേരി പ്രേം കഹാനി ഹൈ മുഷ്കിൽ, ദോ ലഫ്സോ മേ ബയാൻ നാ ഹോ പായേ. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ മായുമോ കിനാവും നോവുമാ. കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി. ഓക്കെ, എന്ത് മേഴ്സിയെ, ഞാനെന്നെ കൊന്ന് അവളെന്ത് തെറ്റിയതാലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. മേഴ്സിന്റെ എല്ലാമായിരുന്നു, മേഴ്സിന്റെ എല്ലാമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല എൻ്റെ ഇത് കഴിഞ്ഞേ ഉള്ളൂ. ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ? അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുമ്പസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജഗിച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി. അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ചോ, എനിക്കൊന്ന് കുമ്പസരിക്കണച്ചോ. നേരം വിളിക്കട്ടെ,
വെള്ളം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. കുമ്പസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടില്ല. പോയിക്കോണ്ടമ്മേന്ന് ഞാനൊരു തുള്ളി കുടിച്ചില്ല. നേരം എടുക്കാത്ത ഞാൻ ചങ്ക് പൊട്ടി ചത്തു വെച്ചോ. തോമസ് തൊട്ടി ചത്തല്ലോ. ഞാൻ കൊന്നതാ. മനസ്സിന് നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു. എന്നാലും മനസ്സമാധാനം ഉണ്ടാകാൻ കുഞ്ഞച്ഛന് ഭ്രാന്തളയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ഛന് ഭ്രാന്തളി. എന്റെ കർത്താവേ, അച്ഛോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക അച്ഛോ. ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വൈദ്യുണ്ട്. അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും. ആര് കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുവച്ചു. അരുണി അസംബന്ധം പറയാതിരിക്ക. വാറുണ്ണി മാപ്പ. दोस्ती हम नहीं तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे. കരളേ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ. കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. എനിക്കാരുമില്ല കാക്കാത്തമ്മ, എനിക്കാരുമില്ല. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ മായുമോ